റീച്ച് വേൾഡ് വൈഡിന്റെ നേതൃത്വത്തിൽ സൗജന്യ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. മുണ്ടക്കയത്ത് സ്വർഗീയ വിരുന്നിൽ നടന്ന യോഗത്തിൽ PM മാത്യു സ്വാഗതം അർപ്പിച്ചു. റീച്ച് വേൾഡ് വൈഡ് കോർഡിനേറ്റർ ജോസഫ് ജസ്റ്റിൻ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു. പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ MJ പഠനോപകരണ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചാരിറ്റബിൾ സംഘടന അതിൻ്റെ പ്രവർത്തനത്തിൽ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന താഴെത്തട്ടിലുള്ള കുട്ടികളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ക്രിസ്തീയ വചനങ്ങൾ പോലെ നിങ്ങൾ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പാടില്ല എന്ന ഒരു സങ്കല്പത്തിൽ ചെയ്യുന്ന ഈ സേവനം സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്നതെല്ലാം എനിക്കായി നൽകപ്പെടുന്നതാണ് എന്നുള്ളത്. തീർച്ചയായും നമ്മളൊക്കെ ജീവിതത്തിൽ 60 അല്ലെ 70 അല്ലെ 100 വയസ്സ് വരെയും ജീവിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൗത്യം മറ്റുള്ളവരെ സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിൽ കാണുകയും സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ദൈവിക സ്നേഹം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ 24 വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായ ആളാണ്. അന്ന് ഏറ്റവും കൂടുതൽ ആ പഞ്ചായത്തിൽ സാധാരണക്കാരായ പാവപ്പെട്ടവർക്ക് സ്ഥലം, വീട്, അതുപോലെ നിർദ്ധനായ രോഗികൾക്ക് ഏറ്റവും നിയമപരമായി പെട്ടെന്ന് വീട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് നിയമനിർമ്മാണം നിയമസഭയിൽ നടത്തിക്കൊണ്ട് വലിയ പദ്ധതികൾ നടപ്പാക്കി അവരെ ഒരു പ്രധാന മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എങ്കിലും ഗവൺമെന്റുകൾക്കൊക്കെ അതിനൊരു പരിധിയുണ്ട്. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസമ്മ മാത്യു, റീച്ച് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ സുനിൽ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സുബിൻ C. തോമസ് ചടങ്ങിന് കൃതജ്ഞത അർപ്പിച്ചു.